नमस्ते। अब कैसे हो? ठीक है ना? पिछले कक्षा में क्या बताया? किस पढ़े? बताइए किस पढ़ के बारे में? अयम कलाम अयम कलाम के बारे में बताया। अयम कलाम का लेखक कौन है? अयम कलाम का लेखक मिहिर। मीर का दोस्त का नाम बताइए। मीर का दोस्त है, बताइए। हाँ, ये सो गए मोरपाल मोरपाल। मीर का दोस्त का नाम मोरपाल है। ओके, पेज नंबर 34 लास्ट പറഞ്ഞതാണ് 34 അല്ലേ പറഞ്ഞത്? ആ മാധവ് പാണ്ഡെ അല്ലേ? ഓക്കെ, മാധവ് പാണ്ഡെയുടെ എന്താണ് അയം കലാം എന്നുള്ള ഫിലിം കണ്ടിട്ട് എന്ത് ചെയ്തു? തനിക്ക് കുട്ടിക്കാലത്തെ ഓർമ്മ വന്നു അല്ലേ? അത്തരം കാര്യങ്ങൾ പറഞ്ഞു. പിന്നെന്ത് ചെയ്തു? നമ്മുടെ നായകല്ലേ, ഇതിലെ നായകൻ എന്താണ്? കലാം എന്താണ്? ഈ ചാക്കി ദുക്കാൻ മേ അല്ലേ, ഒരു ടീ ഷോപ്പിൽ എന്ത് ചെയ്യുന്നത്? കാം കർത്താ ഹെ, ജോലി ചെയ്യുന്നു അല്ലേ? ഉസ്കാ സ്വപ്ന അല്ലേ, അവൻ്റെ എന്താണ് ഒരു ഡ്രീം, സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂളിലേക്ക് പോവുകയോ ആ ടി വിയിൽ കാണുന്ന ലംബേവാല അല്ലേ, നല്ല നീളമുള്ള മുടിയുള്ള കലാമിനെ പോലെ ആവണം എന്നുള്ള ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അല്ലേ, റാണയായിട്ടുള്ള റാണയുടെ മകനായിട്ടുള്ള രജപുത്ര രാജാവിൻ്റെ മകനായിട്ടുള്ള എന്താണ് രണവിജയ് അല്ലേ. രണവിജയ് എന്താണ് കലാമിൻ്റെ ഫ്രണ്ടാണ് അല്ലേ. അവനെന്താണ്, അവനേക്ക് സ്കൂളിലേക്ക് പോകാൻ യാതൊരുവിധ താല്പര്യവുമില്ല, നമ്മളെ മീറിനെ പോലെ. ഫിലിമിൻ്റെ അവസാനം എന്താണ്? ദോനോ ബച്ചോ, ഈ രണ്ട് കുട്ടികളും തമ്മിൽ എന്തുണ്ട്? ദോനോ പാലി മുലാഖാത്ത്, അവരുടെ ഫസ്റ്റ് ആ മുലാഖാത്ത്, ആ കണ്ടുമുട്ടുന്ന സമയം എന്ത് ചെയ്യുന്നു? സംവാദം അല്ലേ, അവരുടെ ആ സംവാദം, ആ കോൺവെർസേഷൻ എന്ത് ചെയ്യുന്നു? വളരെ രസകരമായിരുന്നു അല്ലേ. അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ. അതായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അല്ലേ. ഓക്കെ, ഇനി നോക്ക് കോൺവെർസേഷൻ നോക്കട്ടാ. കലാം, इतनी सारी किताबें काहे की है? रणविजय, आपको अंग्रेजी नहीं आती क्या? कलाम, तेरे को पेड़ पर चढ़ना आता है. रणविजय, हमें घोड़े पर चढ़ना आता है. आपको घुड़सवारी आती है? कलाम, मेरे को ऊंट पर चढ़ना आते हैं. तेरे को क्या ऊंट की दवा करनी आती है? ഓക്കെ, ആ കോൺവെർസേഷൻ ശ്രദ്ധിക്കുക. വളരെ രസകരമായിട്ടുള്ള കോൺവെർസേഷൻ പറയില്ല. കലാം പറയണത് ഇത്തിനി സാരി കിതാബേ, ഇത്തിനി സാരി കിതാബേ, ഇത്രയും കൂടുതൽ കിതാബേ, ബുക്സ് അല്ലേ, പുസ്തകങ്ങൾ. കായക്കിയേ, എന്തിനാണ് കായ എന്തിനുള്ള അല്ലേ, എന്തിനാണ് ഇത്രയും കുറേ പുസ്തകങ്ങളൊക്കെ? രണവിജയ്, ആപ്പോ അംഗ്രേജി നെഹി ആത്തിയേ? ആപ്പോ നിനക്ക് എന്താണ് അംഗ്രേജി ഇംഗ്ലീഷ് അല്ലേ, ഇംഗ്ലീഷ് അറിയുമോ? നെഹി ആത്തി. कलाम, तेरे को पेड़ पर चढ़ना आता है? നിനക്ക് എന്താണ് पेड़ पर चढ़ना आता है? पेड़ ट्री അല്ലേ, നിനക്ക് മരത്തിൽ കയറാൻ അറിയുമോ? रणविजय, हमें घोड़े पर चढ़ना आता है. നിനക്ക് घोड़े पर, घोड़ा वो കുതിര അല്ലേ, കുതിരപ്പുറത്ത് കയറാൻ അറിയുമോ? आपको घुड़सवारी आती है? നിനക്ക് घुड़सवारी അറിയുമോ? കുതിര സവാരി അറിയുമോ? कलाम, मेरे को ऊंट पर चढ़ना आता है. എനിക്കെന്തേ മേരെ पर ऊंट पर चढ़ना आता है. എനിക്കെന്താണ് ഊണ്ട് അല്ലേ, കേമൻ ഒട്ടകം, എനിക്ക് ഒട്ടകത്തിന്റെ പുറത്ത് കയറാൻ അറിയാം. തേരെ ക്യാ ഊണ്ട് की दवा करनी आती है? എനിക്കെന്താണ് ഒട്ടകത്തിന് മെഡിസിൻ കൊടുക്കാൻ അറിയുമോ? ദവ, മെഡിസിൻ അല്ലേ, എനിക്ക് ഒട്ടകത്തിന് മെഡിസിൻ കൊടുക്കാൻ അറിയുമോ? അങ്ങനെയുള്ള ഡിഫറെൻറ്റ് തരത്തിലുള്ള അവരുടെ സംഭാഷണം അല്ലേ. അപ്പം ഞാൻ എന്താണ് നിങ്ങളോട് എന്താണ് നിൻ്റെ പേര് എന്ന് ചോദിച്ചാൽ എന്താണ്, എൻ്റെ വീട് കോട്ടക്കൽ അല്ലേ, കോട്ടക്കൽ വളരെ വലിയ ടൗണാണ്, ഞാൻ അതാ മറുപടി പറയട്ടെ. അതുപോലെയാണ് ഇവിടെ പറയുന്നത് അല്ലേ. അവരെന്താണ് അവരുടെ സംഭാഷണം എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതിനല്ല ആൻസർ പറയുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസറുകളാണ് അവർ പറയുന്നത് അല്ലേ, നിസ്സർഗമായിട്ടുള്ള സംഭാഷണം. ओके, नेक्स्ट पैराग्राफ देखिए. इन संवादों के बाद कलाम और रणविजय के बीच घुड़सवारी सीखने और पेड़ पर चढ़ने सिखाने के लेन देन को लेकर दोस्ती हो जाती है. फिल्म के किस्सों में एक यादगार किस्सा चाय की दुकान चलाने वाले के अधूरे एक तरफा प्रेम का भी है. और उस लड़के का भी जो सुदूर बीहड़ में बैठा
अमिताभ की फिल्मों देख देख कर और उनके नकल करके खुद अमिताभ हुआ जाना चाहता है। इन संवादों के बाद संवाद वार्तालाप कॉन्वर्सेशन അല്ലേ ഈ കോൺവെർസേഷന് ശേഷം എന്ത് ചെയ്യുന്നു കലാം और रणविजय के बीच കലാമിൻ്റെയും രണവിജയൻ്റെയും ഇടയിൽ അല്ലേ അവർ രണ്ടുപേരുടെയും ഇടയിൽ എന്ത് ചെയ്യുന്നു ഗുഡ്സവാരി സീക്കിനെ അല്ലേ കുതിര സവാരി എന്ത് ചെയ്യുന്നു സീക്കിനെ പഠിക്കുകയോ അതുപോലെ അവർ പേട് पर चढ़ने सिखाने അല്ലേ മരത്തിൽ കയറുന്നത് എന്ത് ചെയ്യുന്നു സിക്കാനെ അല്ലേ ചढ़ने सिखाने के അല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ലണ്ടൻ കോ ലേക്കർ അല്ലേ ലണ്ടൻ അവരുടെ ആ കൊടുക്കൽ വാങ്ങലുകൾ അല്ലേ ലണ്ടൻ അവരുടെ ആ പഠിക്കാനുള്ള ആ കൊടുക്കൽ വാങ്ങലുകളൊക്കെ എന്തെങ്കിലൊക്കെ ദോസ്തി ഓ ജാത്തി ഹെ അവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആവുന്നു അല്ലേ ഇങ്ങനെയുള്ള സംസാരത്തിലൂടെ എന്ത് ചെയ്യുന്നു അവർ ഒന്നും കൂടെ ഭയങ്കര ഫ്രണ്ട്സുകളായിട്ട് മാറുന്നു അവർ രണ്ടുപേരും ആരൊക്കെ കോൻ കലാമും रणविजയും അല്ലേ കലാമും रणविജയും ഫ്രണ്ട്സുകളാണ് അതുപോലെ മിഹ്റും മോർപാലും അല്ലേ അവർ രണ്ടുപേരും എന്താണ് ഈ ഒരു സംഭാഷണത്തിലൂടെ അവർ ഒന്നും കൂടെ ഫ്രണ്ട്ഷിപ്പ് ആവുന്നു അല്ലേ നമ്മളൊക്കെ ഫ്രണ്ട്സുകളായത് അങ്ങനെയാണ് അല്ലേ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കാണുന്നു അല്ലേ സംസാരിക്കുന്നു അടുക്കുന്നു അല്ലേ പിന്നെ നമ്മൾ വേർപിരിയാൻ പറ്റാത്ത ഫ്രണ്ട്സുകളായി മാറുന്നു അതുപോലെ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു അങ്ങനെയുള്ള ഫ്രണ്ട്സുകളായിട്ട് മാറി ഓക്കെ അതാണ് ഉദ്ദേശിക്കുന്നത് फिल्म के किस्सों में एक यादगार किस्सा चाय की दुकान चलाने वाले अधूरे एक तरफा प्रेम का भी है ओके फिल्म के किस्सों में ആ ഫിലിം സ്റ്റോറിയിൽ അല്ലേ സിനിമയുടെ ആ സ്റ്റോറിയിൽ ഫിലിം കെ കിസ്സ ആ ഫിലിം സ്റ്റോറിയിൽ എന്താണ് ഏക്ക് യാദഗാർ കിസ്സ അല്ലേ ഒരു ഓർമ്മപ്പെടുന്ന അല്ലേ ഒരു ഓർമ്മപ്പെടുത്തുന്നതായിട്ടുള്ളതാണ് ഓർമ്മയിൽ സൂക്ഷിക്കുന്നതായിട്ടുള്ള ഒരു കിസ്സ സ്റ്റോറി എന്ത് ചെയ്യുന്നു ചായക്ക് ദുക്കാൻ ചലനെ വാലേക്ക് അല്ലേ ടീ ഷോപ്പ് നടത്തുന്നതായിട്ടുള്ള ചലനെ വാലേക്ക് അദൂരെ തറഫ അല്ലേ ഒരു അപൂർണമായിട്ടുള്ള എന്താണ് ഏക തറഫ പ്രേമ അല്ലേ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു ലവ് സ്നേഹം അല്ലേ അദൂരമായിട്ടുള്ള അല്ലേ അദൂരമായിട്ടുള്ള എന്താണ് ഒരു അപൂർണമായിട്ടുള്ള എന്താണ് ഏക തറഫ പ്രേംകാവി അല്ലേ ഏക തറഫ പ്രേംകാവി അല്ലേ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു സ്നേഹം എന്ത് ചെയ്യുന്നു और उस लड़का का भी ले लड़का का भी ഈ കുട്ടിയിൽ എന്ത് ചെയ്യുന്നു जो सुदूर बीएड में बैठा सुदूर बीएड में बैठा ഒരു വിദൂരത്ത് എന്ത് ചെയ്യുന്നു സുദൂർ बीएड में बैठा ഒരു വിദൂരതയിൽ എന്താണ് ഒരു ഉയർന്ന പ്രദേശത്തിരിക്കുന്ന അല്ലേ बीएड में बैठा വിദൂരതയിലുള്ള ഒരു ഉയരങ്ങളിൽ ഇരിക്കുന്നതായിട്ടുള്ള എന്താണ് അമിതാഭ്ക്ക് അല്ലേ നല്ല ഉയരങ്ങളിൽ ഇരിക്കുന്നതായിട്ടുള്ള അമിതാഭ്ക്ക് അമിതാഭ് ബച്ചനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ ഫിലിമിലെ ഏറ്റവും ഉയരങ്ങളിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് ഉയർന്ന അല്ലേ ഒരു ആക്ടറാണ് ഉദ്ദേശിക്കുന്നത് അമിതാഭ് की ഫിലിമോ ദേക്കുക അല്ലേ അമിതാഭിൻ്റെ എന്താണ് ഫിലിം ദേക്കുക ഫിലിം എന്താണ് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു ആ ഉരുക്കി നക്കൽ കറക്കെ അതിനെന്ത് ചെയ്യുന്നു നക്കൽ കറക്കെ അതിനെ അനുകരിക്കുക ആക്ട് ചെയ്യുക നക്കൽ കറക്കെ കുത് സ്വയം എന്ത് ചെയ്യുന്നു അമിതാഭ് ഹോ ജാനാ ചാഹത്താ ഹെ അവനെന്ത് ചെയ്യുന്നു അമിതാഭ് ഹോനാ ചാഹത്താ ഹെ അമിതാഭ് ബച്ചൻ ആകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അല്ലേ അവന് സ്വയം ആ ഫിലിം കണ്ടിട്ടില്ലേ ഇപ്പം നമ്മളൊക്കെ എന്താണ് ഓരോ നടന്മാരെ എന്താ ആക്ട് ചെയ്യൂലേ അല്ലേ അനുകരിക്കൂലേ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവൻ്റെ മനസ്സിൽ എന്താണ് വലിയ ഉയരങ്ങളിൽ ഇരിക്കുന്ന ഒരു ആക്ടറായിട്ടുള്ള അല്ലേ ഒരു നടനായിട്ടുള്ള അമിതാഭിനെ പോലെ ആകാൻ എന്ത് ചെയ്യുന്നു അവന് ആഗ്രഹിക്കുന്നു ओके समझा ओके नेक्स्ट मेरेगा बस एक फर्क है फिल्म में कलाम दिल्ली भी पहुंचता है और उसे अपने पसंद के स्कूल जाने का मौका भी मिलता है लेकिन मेरे बचपन में ऐसे नहीं होता मोरपा का स्कूल 8वीं के बाद छुड़वा दिया जाता है और वह अपने पिता की तरह आज भी वही गेत मजदूरी करता है इसलिए मेरे लिए कलाम की कहानी 100 में एक की कहानी है हमें बाकी 99 कहानियों को कभी भूलना नहीं चाहिए जो हमारे बचपनों में है ओके बस एक फर्क है बस അല്ലേ എന്നാൽ എന്താണ് ഏക്ക് ഫർക്ക് ഹെ ഫർക്ക് ഡിഫറെൻറ്റ് വ്യത്യാസം അല്ലേ ഒരു ഫർക്ക് ഡിഫറെൻറ്റ് ഇതാണ് എന്ത് ഫിലിമെ കലാം ദില്ലി ബി പहुंचता है ഫിലിമെ സിനിമയിൽ എന്ത് ചെയ്യുന്നു കലാം എവിടെ എന്ത് ചെയ്യുന്നു ദില്ലി ബി पहुंचता है അവന് ഡൽഹിയിലെത്തുന്നു पहुंचता है अब उसके अपनी पसंद के स्कूल जाने और उससे അവൻ എന്ത് ചെയ്യുന്നു अपनी पसंद के स्कूल जाने അവന് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള എന്താണ് अपनी पसंद के स्कूल जाने का അല്ലേ അവന് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള സ്കൂൾ ജാനേക്ക സ്കൂളിലേക്ക് പോകാനുള്ള എന്താണ് മൗക്ക ബി മിൽത്താ ഹെ അല്ലേ മൗക്ക ചാൻസ് അല്ലേ
പെട്ടെന്ന് എന്ത് അവനക്ക് സ്കൂളിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് എന്ത് ചെയ്യുന്നു മിൽത്താ ഹെ ലഭിക്കുന്നു കിട്ടുന്നു. अपनी पसंद के स्कूल जाने का मौका भी मिलता है. അവൻ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് സ്കൂളിലേക്ക് പോകാനുള്ള അവന് ചാൻസ് കിട്ടുന്നു അല്ലേ. अपनी पसंद के स्कूल जाने का അവന് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള സ്കൂളിലേക്ക് പോകാൻ ഒരു ചാൻസ് ലഭിക്കുന്നു. मौका भी मिलता है, मौका चांस. लेकिन मेरे बचपन में ऐसा नहीं हुआ था. लेकिन बट मेरे बचपन में എൻ്റെ ചൈൽഡ്ഹുഡിൽ അല്ലേ എൻ്റെ കുട്ടിക്കാലത്ത് എന്തല്ല ऐसे नहीं हुआ था അങ്ങനെയല്ല അല്ലേ. വിചാരിച്ച പോലെയൊന്നും നടന്നില്ല, അങ്ങനെയല്ല. മോർപാൽ का സ്കൂൾ അല്ലേ, മോർപാലിൻ്റെ സ്കൂൾ എന്താണ് 8वीं के बाद छूट जाता है. 8वीं के बाद അല്ലേ 8th സ്റ്റാൻഡേർഡിന് ശേഷം ചുടുവാൻ जाता है അല്ലേ. അവൻ എന്ത് ചെയ്യുന്നു അവസാനിപ്പിക്കേണ്ടി വരുന്നു. ചുടുവാനെ അവസാനിപ്പിക്കുക छूट जाता है അല്ലേ, ചുടുവാ दिया जाता है. അവൻ എന്താണ് വിടേണ്ടതായിട്ട് വരുന്നു അല്ലേ. അവനക്ക് 8th സ്റ്റാൻഡേർഡിന് ശേഷം എന്ത് ചെയ്യുന്നു അവന് പഠനം നിർത്തേണ്ടതായിട്ട് വരുന്നു അല്ലേ. അവനെന്ത് ചെയ്യുന്നില്ല, തുടർന്ന് പഠിക്കാൻ സാധിക്കുന്നില്ല ഇസ്കാ മോർപാലിന്. अपने पिता के तरह അവൻ എന്ത് ചെയ്യുന്നു തൻ്റെ പിതാക്കെ തരെ തൻ്റെ ഫാദറിനെ പോലെ തന്നെ എന്ത് ചെയ്യുന്നു ആജ് ഇന്നും എന്ത് ചെയ്യുന്നു ഏറ്റ് മജൂരി കർത്തായ കൃഷികാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നു അല്ലേ. അവന് ഫാർമറായിട്ട് അച്ഛനെ പോലെ എന്ത് ചെയ്യുന്നു ഫാർമർ അല്ലേ. കൃഷി ജോലികളിലൊക്കെ എന്ത് ചെയ്യുന്നു ഏത്തി അല്ലേ. കൃഷി ജോലി അഗ്രികൾച്ചർപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു അവൻ എന്ത് ചെയ്യുന്നു കൂടുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അവന് സ്കൂൾ പഠനം പൂർത്തിയാക്കാൻ പറ്റില്ല. 8th സ്റ്റാൻഡേർഡിന് ശേഷം എന്ത് ചെയ്യുന്നു പഠനം അവന് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. इसलिए मेरे लिए ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നു इसलिए मेरे लिए कलाम की कहानी അതുകൊണ്ട് എന്താണ് मेरे लिए എന്നിൽ എന്താണ് കലാം की कहानी കലാമിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ സൗമ്യ ഏകി കഹാനിയായ 100-ൽ ഒരാളുടെ കഥ മാത്രമാണ് അല്ലേ. കലാമിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്നിൽ 100-ൽ ഒരാൾ മാത്രമാണ്. അല്ലാതെ എന്നെ സംബന്ധിച്ച് എന്താണ് ഇതെന്താണ് വലിയൊരു കാര്യമല്ല. എൻ്റെ ജീവിതാനുഭവം തന്നെ എന്താണ് അത്തരത്തിലാണ് അല്ലേ. നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ, നമുക്ക് എന്താണ് ചെറിയൊരു കാര്യം ഉണ്ടാവും വലിയതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ ജീവിതം തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഈ കലാമിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്നിൽ 100-ൽ 1 മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. हमें बाकी 99 कहानियों को कभी भूलना नहीं चाहिए. हम चाहिए जो हमारे बचपनों में है. हमें बाकी 99 कहानियों को बाकी വരുന്ന 99 कहानियाँ 99 ബാക്കി 199 ആണ് ഉദ്ദേശിക്കുന്നത്. 99 കഥകൾ എന്താണ് കവി ഭൂൽനാ നഹി ചാഹിയേ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ജോ ഹമാരെ ബച്പനോ മേ ഹേ അതെല്ലാം എൻ്റെ കുട്ടിക്കാലത്തുള്ളതാണ് അല്ലേ. ബാക്കിയുള്ളതൊക്കെ എൻ്റെ കുട്ടിക്കാലത്തുള്ളത് തന്നെയാണ് അല്ലേ. എനിക്ക് അതെന്തല്ല വലിയൊരു ഇതല്ല എന്നാണ് പറയുന്നത് അല്ലേ. ഞാനും ഭയങ്കര പ്രയാസത്തിലൊക്കെ കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ ആ കലാമിൻ്റെ കഥ എന്താണ് എന്നിൽ 100-ൽ 1 മാത്രമാണ് അല്ലേ. ബാക്കിയുള്ളതൊക്കെ എനിക്ക് അതുപോലെ തന്നെയാണ് എന്നാണ് അവൻ പറയുന്നത്. മനസ്സിലായില്ല? ओके नेक्स्ट देखो. फिल्म में हमारे नायक का असल नाम कलाम नहीं है. ठाड़ी पर काम करने वाले और बच्चों की तरह उसे भी सब छोटू कहकर बुलाते हैं. उसकी माँ जैसलमेर के किसी सुदूर देहात से आकर उसे बाड़ी सा की चाय की दड़ी पर काम करने के लिए छोड़ जाती है. वह अंग्रेजी तो क्या हिंदी भी ठीक से नहीं जानती. लेकिन छोटू सिर्फ छोटू होकर नहीं जीना चाहता. वह खुद ही अपना नाम कलाम लिख लेता है. इस नाम में उसकी आकांक्षाओं का अक्स है. ओके देखिए ഫിലിം हमारा നായകൻ അല്ലേ. ആ ഫിലിം അല്ലേ ആ ഫിലിമിൽ എന്താണ് സിനിമയിൽ എന്ത് ചെയ്യുന്നു हमारा നായകൻ നമ്മുടെ ആ നായകൻ അല്ലേ നായകനായിട്ടുള്ള എന്താണ് നായിക അസൽ നാം അല്ലേ അവൻ്റെ ഒറിജിനൽ നെയിം അല്ലേ. അവൻ്റെ ഒറിജിനൽ നെയിം എന്തല്ല കലാം നഹിയെ കലാം എന്നല്ല. ആ ഫിലിമിൽ അവൻ്റെ ഒറിജിനൽ നെയിം എന്തല്ല കലാം എന്നല്ല. ഠാണി പർ കാം കർണേ വാലെ അല്ലേ. ഠാണിയിൽ എന്താണ് കാം കർണേ വാലെ ഠാണിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു അവർ ബച്ചോക്കി തരെ അല്ലേ. അവർ എന്താണ് കുട്ടികളെ പോലെ എന്ത് ചെയ്യുന്നു തരെ ഉസേബി അവനെ എന്താണ് സബ് ചോട്ടു കൗക്കർ ബുലാത്തേ. അവനെ എല്ലാവരും എന്താണ് ചോട്ടു ചോട്ടു എന്നാണ് വിളിക്കുന്നത്. ചോട്ടു അവൻ്റെ വിളിപ്പേരാണ് അല്ലേ. അവിടെയുള്ള ആളുകളൊക്കെ എന്താണ് അവനെ ചോട്ടു ചോട്ടു കക്കർ ബുലാത്തേ ഹേ ചോട്ടു ചോട്ടു എന്നാണ് വിളിക്കുന്നത് അല്ലേ. ഠാണിപ്പർ കാം കർണേ വാലെ ഠാണിയിൽ ജോലി ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യുന്നു ബച്ചോക്കി തരയിലെ കുട്ടികളെ പോലെ ഉസേബി അവനെ എന്ത് ചെയ്യുന്നു സബ് ചോട്ടു കക്കർ ബുലാത്തേ എല്ലാവരും എന്താണ് ചോട്ടു എന്നാണ് അവനെ വിളിക്കുന്നത്. उसकी माँ जैसलमेर के किसी सुदूर देहात में आकर उसे बाड़ीसा की चाय की दड़ी पर काम करने के लिए छोड़ जाती है.
ഓക്കെ ഉസ്കി അല്ലേ അവൻ്റെ മദർ അല്ലേ അവൻ്റെ അമ്മ എന്ത് ചെയ്യുന്നു ജയ്സൽമേർക്ക് കിസി സുദൂർ ദേഹാത്തിക്ക് ജയ്സൽമേറിൽ നിന്നുള്ള ജയ്സൽമേർ ഒരു പ്ലേസിന്റെ പേരാട്ട നെയ്മാണ് ജയ്സൽമേർക്ക് സുദൂർ ദേഹാത്സെ സുദൂർ ദേഹാത്സെ ഒരു വിദൂരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശം ദേഹാത്ത് ഗ്രാമീണമായിട്ടുള്ള ഗ്രാമത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു വന്നിട്ട് എന്ത് ചെയ്യുന്നു ഉസ്സെ അവൻ എന്ത് ചെയ്യുന്നു ബാഡിസാക്കെ ബാഡിസ നെയ്മാണ് ഒരു വ്യക്തിയുടെ നെയ്മാണ് ബാഡിസയുടെ എന്ത് ചെയ്യുന്നു ചായ്ക്ക് ദടിപ്പ ടീ ഷോപ്പിൽ ദടി എന്ന ഷോപ്പ് കട ചായ്ക്ക് ദടിപ്പ ഒരു ടീ ഷോപ്പിൽ എന്ത് ചെയ്യുന്നു കാം കർണയ്ക്ക് ചോട് ജാത്തി ഹെ ജോലി ചെയ്യാൻ വേണ്ടി ചോട് ജാത്തി ഹെ അവൻ എന്ത് ചെയ്യുന്നു വിടുന്നു അവൻ എന്ത് ചെയ്യുന്നു ഒരു ടീ ഷോപ്പിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ടുവന്ന് വിടുന്നു അംഗ്രേസി തോക്കിയാ ഹിന്ദി ബി ठीक से नहीं जाती है അംഗ്രേസി തോക്കിയാ അവൻ എന്താണ് ഇംഗ്ലീഷ് പോയിട്ട് എന്താണ് ഹിന്ദി ബി ठीक से नहीं जानती അല്ലേ അവൻ്റെ മാതൃഭാഷയായിട്ടുള്ള ഹിന്ദി പോലും അവനറിയില്ല അല്ലേ പിന്നെ നമ്മളെ സംബന്ധിച്ച് എന്താണ് മലയാളം തീരെ അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ മാതൃഭാഷ മലയാളമാണ് അല്ലേ മലയാളം പോയിട്ടല്ലേ അവനക്ക് ഇംഗ്ലീഷ് അറിയാം അതുപോലെ പറയണത് അവന് ഹിന്ദി പോലും അറിയില്ല എന്നിട്ടല്ല അവന് ഇംഗ്ലീഷ് അറിയുക അല്ലേ അവന് അത്രയും നോളജ് ഇല്ല അറിവില്ല എന്നുള്ള രീതിയാണ് ഉദ്ദേശിക്കുന്നത് ഹിന്ദി ठीक से जानती लेकिन छोटू होकर नहीं जीना चाहता अല്ലേ लेकिन ബട്ട് എന്താണ് ചോട്ടു എന്താണ് സിർഫ് ചോട്ടു നെഹി ജീന ചാത്ത അവനെന്താണ് കേവലം ഒരു ചോട്ടുമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചില്ല അല്ലേ അവൻ്റെ പേര് ചോട്ടു ആണെങ്കിൽ അവൻ ചോട്ടുമായിട്ടില്ലേ നമ്മൾ അവനെ വിളിക്കൽ കുഞ്ഞാപ്പാണ് ആളൊരു കുഞ്ഞാപ്പന്നെ എന്ന് പറയില്ലേ അതുപോലെ അല്ല ഇവന് അല്ലേ മറിച്ച് എന്താണ് അവന് ചോട്ടു ആണെങ്കിലും എന്താണ് അവൻ എന്നും ചോട്ടുമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചില്ല ജീന ചാത്ത അവൻ എന്ത് ചെയ്യുന്നു സ്വയം എന്ത് ചെയ്യുന്നു ഈ അപ്പന നാമൻ അവൻ സ്വയം എന്ത് ചെയ്യുന്നു അപ്പന നാംജി അവൻ്റെ എന്ത് ചെയ്യുന്നു നാമൻ അവൻ്റെ പേര് എന്ത് ചെയ്യുന്നു അപ്പന നാംജി അവൻ്റെ പേര് എന്ത് ചെയ്യുന്നു കല രഗിലെത്താഹെ അവൻ സ്വയം അവൻ്റെ പേര് അങ്ങ് ചേഞ്ച് ചെയ്തു കലാം എന്നൊക്കെ മാറ്റി ഏത് കലാമാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെ എന്ത് ചെയ്യണം അവർക്ക് നല്ല ഉയരങ്ങളിൽ എത്തണം അല്ലേ അതിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു അവൻ്റെ പേര് എന്ത് ചെയ്തു കലാം എന്നാക്കിയിട്ട് മാറ്റി അല്ലേ അവൻ്റെ പേര് കലാം എന്നാക്കി മാറ്റി അതാണ് ഉദ്ദേശിക്കുന്നത് ഇസ് നാം ഹെ ഉസ്കി ആകാംക്ഷോं का अक्स है അല്ലേ ഓക്കെ ഇസ് നാം ഈ കലാം എന്ന പേര് ആക്കുന്നതിലല്ലേ നാമേ ഉസ്കി അവനിൽ നിന്ന് ആകാംക്ഷാവോക്കോ ഒരു ആകാംക്ഷയുടെ എന്തിന് അക്സ് ഹെ അല്ലേ അക്സ് പറഞ്ഞ ഇമേജ് അല്ലേ അതിന് വളരെ ആകാംക്ഷയുടെ ഒരു പ്രതിബിംബം ഉണ്ടായിരുന്നു അല്ലേ ഇപ്പം നമ്മളെന്താണ് നല്ല പേരൊക്കെ ഇടുമ്പോൾ എന്താണ് നല്ല പുണ്യമാക്കപ്പെട്ട പേരുകളൊക്കെ ഇടുമ്പോൾ എന്താണ് അവരെ പോലെ ആവണം എന്നുള്ള ആ ഒരു ഉദ്ദേശം ചിലപ്പോൾ പേരിടുന്ന വ്യക്തിയിലുണ്ടാവും അല്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് അവരിൽ എന്താണ് ഇതുപോലെ എന്തെങ്കിലും അവരിൽ ആ പേരിൽ എന്തെങ്കിലും ഒരു ആകാംക്ഷയുടെ എന്താണ് അക്സ് ഹെ ഒരു പ്രതിബിംബം ഉണ്ടായിരുന്നു ഒരു ഇമേജ് ഉണ്ടായിരുന്നു ആ പേരിടരുത് उसके आग की बनाई चाय में जादू है बाड़ी सा भी उसकी कलाकारी की वाहवाही करते नहीं थकते जगह ऐसी है कि विदेशी टूरिस्ट बहुत आते हैं कला सीखने में तेज है जड़ से उनकी बोली सीख जाते हैं अब जल्दी ही विदेश से आई लूसी मैडम का भी दिल जीत लेता है लूसी मैडम वादा करती है कि वे उसे अपने साथ दिल्ली लेकर जाएगी दिल्ली में डॉक्टर कलाम है जिनसे मिलकर हमारे कलाम को कुछ कहना है देखिए उसके आपकी बनाई അവനെ അവിടെ അമ്മ എവിടെ കൊണ്ടുവന്ന് വിട്ടത് ചാക്കി തടിമേ ഒരു ടീ ഷോപ്പിലാണ് കൊണ്ടുവന്ന് വിട്ടത് അല്ലേ ഓക്കെ ഉസ്കെ ആപ്കി ബനായി അവൻ്റെ കൈകളെ കൊണ്ട് എന്താണ് ബനായ മേടേ അല്ലേ കൈകളെ കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള എന്താണ് ചായ്മേ ചായ് എന്താണ് ജാദു ഹേ ജാദു ഒരു മാജിക് ആണ് അല്ലേ അതിനെന്തുണ്ട് ഒരു മാജിക് ഉണ്ട് അല്ലേ ആ ചായക്ക് തന്നെ എന്താണ് ജാദു ഹേ ഒരു മായാജാലമാണ് മാജിക്കാണ് ബാഡി സാബി ഉസ്കി കലാകാരിക്ക് പോവായി കത്തെ നെഹി തക്തെ ബാഡി സാബി അല്ലേ ബാഡീസ് എന്ത് ചെയ്യുന്നു ഉസ്കി കലാകാരിക്ക് അവൻ്റെ എന്ത് ചെയ്യുന്നു ആ കലാകാരി അവൻ്റെ ആ കഴിവിനെ ആ കലയെ എന്ത് ചെയ്തില്ല ആ ടീ ഉണ്ടാക്കുക എന്നുള്ള ആ കല എന്താണ് വായി കർത്തെ നെയ്യ് തക്തെ അല്ലേ അതിലെന്താണ് പ്രശംസിക്കുന്നതിൽ എന്ത് ചെയ്തില്ല ഒരിക്കലും അദ്ദേഹം എന്താണ് പിഷ്ക് കാണിച്ചില്ല തക്ത എന്നാൽ പിഷ്ക് കാണിക്കാൻ അതിനെന്ത് ചെയ്യുന്നു അവൻ്റെ കഴിവിനെ നന്നായിട്ട് പ്രശംസിച്ചു അല്ലേ അതാണ് നമ്മൾ വേണ്ടത് അല്ലേ നമ്മുടെ ഒരു കഴിവ് അല്ലേ എന്ത് തന്നെ ഒരു ചെറിയൊരു കുട്ടി അല്ലേ എന്ത് ചെറിയൊരു എന്തെങ്കിലും അതിനെന്താ അപ്രിഷിയേറ്റ് ചെയ്യണം നമ്മൾ അല്ലേ അതിനെന്ത് ചെയ്യണം നമ്മൾ അവർക്ക് എന്താണ് ഒരു മോട്ടിവേറ്റ് ചെയ്യണം അല്ലേ അതുപോലെ എന്ത് ചെയ്യുന്നു ഇതിലും ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തു അല്ലേ അതേ എന്താ അതിൽ പിഷ്ക് കാണിച്ചില്ല അല്ലേ ബാഡീസ് എന്ത് ചെയ്യില്ല അവൻ്റെ ആ ജാദു മാജിക്കിനെ ചായ ഉണ്ടാക്കുന്ന കലയെ ഒരിക്കലും അവനെ എന്താണ് പ്രശംസിക്കുന്നതിന് പിഷ്ക് കാണിച്ചില്ല
ജഗ ഐസി ഹേ കി അല്ലേ പ്ലേസ് ഇങ്ങനെയുള്ള ഒരു പ്രദേശമായിരുന്നു. വിദേശി ടൂറിസ്റ്റ് ബൗദ്ധ ആത്തിയ അല്ലേ വിദേശി ടൂറിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു കൂടുതൽ വരുന്നൊരു പ്ലേസ് ആയിരുന്നു അത് അല്ലേ. നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു, കുറേ ആളുകൾ വരുന്നൊരു സ്ഥലമായിരുന്നു അത്. കലാം സീക്കിനേമേ തേജ് ഹേ അല്ലേ അവൻ എന്താണ് സീക്കിനേമേ തേജ് ഹേ എല്ലാ കാര്യങ്ങളും കണ്ടു പഠിക്കുന്നതിനാണ് തേജ് ഹേ. വളരെയധികം കഴിവുള്ള ആളായിരുന്നു അല്ലേ, വളരെ ശക്തരായിരുന്നു അല്ലേ. ഇപ്പം നമ്മൾക്കറിയാം ചില കുട്ടികൾക്ക് എന്താണ് പാഠഭാഗങ്ങളൊക്കെ പഠിക്കാൻ വളരെ മോശമായിരിക്കും, എന്നാലും മറ്റുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാൻ വളരെ എന്താണ് സ്പീഡായിരിക്കും അല്ലേ. അതുപോലെയായിരുന്നു നമ്മുടെ കലാം. ജഡ്സെ ഉനിക്ക് ബോലി സീക്കി ജാത്തേ പെട്ടെന്ന് തന്നെ ജഡ്സെ ചാടി വീണിട്ട് എന്ത് ചെയ്യും ആ ബോലി അവരുടെ സംസാരം അല്ലേ അവരുമായിട്ട് എന്താണ് സംസാരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു ബോലി സീക്കി ജാത്തായ അവൻ പഠിച്ചു. ആ ജൽദി ഹി വിദേശായി ലൂസി മേടക്കാവി തിരിച്ചില്ല ജൽദി ഹി അവൻ എന്ത് ചെയ്യുന്നു വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു വിദേശത്തു നിന്ന് വന്നിട്ടുള്ള ലൂസി മേഡം ലൂസി മേഡവുമായിട്ട് എന്ത് ചെയ്തു കവി ദിൽ ജീത്തിലെത്താൻ അവരെന്ത് ചെയ്തു വളരെയധികം ഇഷ്ടപ്പെട്ടു. വിദേശി വനിത അല്ലേ ഒരു വിദേശി വനിതയാണ് ലൂസി മേഡം. അവർക്ക് എന്ത് ചെയ്തു അവനെ നന്നായിട്ട് അങ്ങ് പിടിച്ചു അല്ലേ. അവൻ്റെ ആ ക്യാരക്ടറും ഇതൊക്കെ എന്ത് ചെയ്തു വളരെ ഇഷ്ടപ്പെട്ടു. അവൻ്റെ ചായയും അതെല്ലാം അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ലൂസി മേഡത്തിന് അല്ലേ ലൂസി മേഡത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. ലൂസി മേഡം വാദ കത്തിയെ ലൂസി മേഡം അവനെന്ത് ചെയ്തു വാദ കത്തിയെ അവനെന്താണ് വാക്ക് കൊടുത്തു അല്ലേ. അവരോട് പറഞ്ഞു കി ഉഷ അപ്പനെ സാത്ത് ദില്ലിയിലേക്ക് ജായെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്തോളാം എൻ്റെ കൂടെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയിക്കോളാം അല്ലേ. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ഇപ്പം ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ പോയാലൊക്കെ പറയുന്ന കേൾക്കല്ലേ അവിടുന്ന് കണ്ടിട്ട് എന്താണ് അവനെ ലണ്ടനിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ മറ്റുള്ള അറബിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള രീതിയിൽ. അതുപോലെ എന്ത് ചെയ്യുന്നു ലൂസി മേഡത്തിന് എന്ത് ചെയ്തു അവനെ നന്നായി പിടിച്ചു. അവനെന്ത് ചെയ്തു അവർക്ക് വാക്ക് കൊടുത്തു മേഡം എന്തിന് അവരെ കൂടെ എന്ത് ചെയ്യാൻ പോകുന്ന സമയം ഡൽഹിയിലേക്ക് കൊണ്ടുപോകാമെന്ന്. ദില്ലി മേ ഡോക്ടർ കലാം ഹേ ക്യാ ഹേ ദില്ലി മേ ഡോക്ടർ കലാം ഹേ ഡൽഹിയിൽ ആരുണ്ട് ഡോക്ടർ APJ അബ്ദുൽ കലാം ഉണ്ട് ഡോക്ടർ കലാം ഹേ ജിൻസെ മിൽക്കർ ഹമാരെ കലാം കോ കുച്ച് കഹനാ ഹേ ജിൻസെ മിൽക്കർ അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ട് കലാമിനെ നേരിൽ കണ്ടിട്ട് എന്ത് ചെയ്യണം കുച്ച് കഹനാ ഹേ അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം കലാമിനെ കൊണ്ടുപോകണമെന്ന് അവർ വിചാരിച്ചു അല്ലേ. അവനെന്ത് ചെയ്യുന്നു ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. അവിടെ എന്താണ് കലാമിനെ നേരിട്ട് കാണാം എന്നുള്ള രീതിയിൽ അവനോട് വാക്ക് കൊടുത്തു പറഞ്ഞു. സംശയം ഓക്കെ അല്ലേ അതാണല്ലേ. ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്കുള്ള ഒരു വർക്ക് ഓക്കെ സൈഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നോ पेज नंबर 32 നോക്കേ हमारा सौदागर गेलगंडी में गाने की अदला बदली का इस तरह की अदला बदली से हम क्या समझ सकते हैं. हमारा सौदागर നമ്മുടെ സൗദ വ്യാപാരം കച്ചവടം അല്ലേ സൗദാगर गेलगंडी में गाने के അല്ലേ गेलगंडी में PT പീരീഡിൽ എന്ത് ചെയ്യുന്നു गेलगंडी में गाने की അല്ലേ ഗാന അല്ലേ ഫുഡിൻ്റെ എന്ത് ചെയ്യുന്നു അദല ബദലിക്ക അല്ലേ കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിരുന്നത്. ഈ സ്ഥലയ്ക്ക് അതില ബദലി ഇസ്ക്യാ സമയത്തൊക്കെ ഇതുപോലുള്ള അവിടെ കൊടുക്കൽ വാങ്ങൽ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്, എന്തുകൊണ്ടാണ് അവർ അത്രയും കൊടുക്കുന്നത്? അതിൻ്റെ ആൻസർ ഇപ്പം തന്നെ നിങ്ങൾ വരുന്നുണ്ടാവില്ലേ? ആ ആൻസർ എന്താ വെച്ചാൽ ആ രീതിയിൽ അതിനനുസരിച്ച് ചെയ്യും. नेक्स्ट क्वेश्चन रविवार की छुट्टी का दिन उसके लिए हफ्ते का सबसे बुरा दिन हुआ करता ऐसे क्यों कहा गया है. ओके रविवार की छुट्टी का दिन അല്ലേ സൺഡേ ലീവ് ദിവസം എന്ത് ചെയ്യുന്നു ഉൻകെ ലിയെ അവൻക്ക് എന്ത് ചെയ്യുന്നു ഹഫ്തയ്ക്ക് സബ്സ ബുരാ ദിൻ ഹുവാ കർത്ത ആഴ്ചയിലെ തന്നെ വീക്കിലെ തന്നെ എന്താണ് വളരെ മോശമായിട്ടുള്ള ദിവസമായിട്ടാണ് അവർ മനസ്സിലാക്കിയത്. ബുരാ ദിൻ സംസ്ഥാന ഐസയ്ക്കോ കഹഗയാ ഹെ എന്തുകൊണ്ടാണ് അവന് അങ്ങനെ മോശമായിട്ടുള്ള ദിവസം തോന്നിയത് അല്ലേ? ആഴ്ചയിലെ തന്നെ വളരെ മോശമായിട്ടുള്ള ദിവസമായിട്ട് അവർക്ക് തോന്നാനുണ്ടായ കാരണം എന്താണ്? അതിൻ്റെ ആൻസറും ചെയ്യാൻ. നെക്സ്റ്റ് പേജ് നമ്പർ 35 ക്വസ്റ്റ്യന് बाकी 99 कहानियों को कभी भूलने नहीं चाहिए जो हमारे बचपनों में है लेकिन ऐसे क्यों कहा है. बाकी 99 കഹാനിയോ ബാക്കി 99 സ്റ്റോറികൾ എന്ത് ചെയ്യുന്നു ഭൂൽന നെഹി ചാഹിയത് അല്ലേ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഹമാരെ ബച്പനോ മേ ഹെ അല്ലേ അതൊക്കെ എന്താണ് എൻ്റെ കുട്ടിക്കാലത്തുള്ളതാണ് അല്ലേ. ലേഖകനെ ഐസക്യോ കഹാകൻ ലേഖക എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അല്ലേ? ലേഖകൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുണ്ടായ കാരണം? ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ എന്ത് ചെയ്യുക അടുത്ത ക്ലാസ് കഴിഞ്ഞ ഉടനെ സെൻഡ് ചെയ്ത് തരും കേട്ടോ. ഓക്കെ വല്ല ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക മനസ്സിലാക്കുക. ഓക്കെ ധന്യവാദം.